ജ്യോതിർഗമയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കേരളം, ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനപൂർവ്വം സ്വല്പം അഹങ്കാരത്തോടുകൂടിയും എപ്പോഴും പറയുന്ന നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസി ട്രീറ്റ്മെൻറ്റ് സെൻറ്ററും ചേർന്ന് സംയുക്തമായി നടത്തിയ സ്റ്റഡിയിൽ കിട്ടിയ ചില സ്ഥിതിവിവര കണക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതുമാണ്. ഇന്നത്തെ കുട്ടികളിൽ 74% ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥത്തിന് അടിമയാണ് എന്ന വസ്തുതയാണ് അതിൽ കണ്ടെത്തിയത്. അതിനു പുറമെ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 5% ആളുകൾ മദ്യത്തിനടിമയാണ്. അതിനു പുറമെ ഈയിടെ സർക്കാർ പുറത്തിറക്കിയ സ്ഥിതിവിവര കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1,00,000 പുരുഷന്മാരിൽ 133 പേര് ക്യാൻസറിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്ക്. അതേമാതിരി സ്ത്രീകളുടെ എടുക്കുകയാണെങ്കിൽ 1,00,000 സ്ത്രീകളിൽ 123 പേര് ക്യാൻസറിന് അടിമപ്പെട്ടിരിക്കുന്നു. എന്താണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും സമ്പന്നമായ കേരളം എങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? നാളത്തെ വാർത്തെടുക്കേണ്ട തലമുറ, പുതിയ തലമുറ, യുവത്വം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നു. എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? നമുക്ക് ഇന്ന് ഈ പുതിയ പരിപാടിയിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫ്രം അഡിക്ഷൻ ടു അവയർനെസ്. ഈ പരിപാടി ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കോഴിക്കോട് വയനാട് ശാഖകളിലെ മുഖ്യ സഞ്ചാലികയായിരിക്കുന്ന രാജയോഗിനി BK ജലജ ബെഞ്ചിയാണ്. കൂടെ സഹസഞ്ചാലികയായിരിക്കുന്ന BK ഷീബ സിസ്റ്ററും BK ഷീജ സിസ്റ്ററും ഉണ്ട്. നമുക്ക് ഗോഡ്ലിവുഡ് സ്റ്റുഡിയോയിലേക്ക് ഇവരെ സഹർഷം സ്വാഗതം ചെയ്യാം. അതുപോലെ ഓഡിയൻസായി ഇവിടെ എത്തിച്ചേർക്കുന്ന കോഴിക്കോട്, കൊച്ചി നിവാസികൾക്ക് ഗോഡ്ലിവുഡ് സ്റ്റുഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, ഞാൻ സ്ഥിതിവിവര കണക്കുകൾ കുറച്ച് മുന്നേ ഇപ്പോൾ പറഞ്ഞു. വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. 74% യൂത്ത്, അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ തലമുറ, നാളെ നമ്മുടെ കേരളത്തെ നയിക്കേണ്ടവർ, അവർ മദ്യത്തിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെടുന്നു. സർക്കാർ പല നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഒരുപാട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. പല രീതികളിൽ പല കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, ചെയ്യാതിരിക്കുന്നില്ല. മദ്യം നിരോധനം കൊണ്ടുവരുന്നു, മദ്യം ഘട്ടഘട്ടമായി പിൻവലിക്കുന്നു. പക്ഷേ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒന്നും ഉപയോഗം കുറയുന്നില്ല, വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ അപ്പോൾ ഇത് നിയന്ത്രണം അല്ല, യഥാർത്ഥത്തിൽ അവയർനെസ് ആണ് വേണ്ടത്. അപ്പോൾ എവിടെയാണ് ആ അവയർനെസ്? എന്തുകൊണ്ട് വരുന്നില്ല? കാരണം മദ്യം ഉപയോഗിക്കുക, മദ്യം ശരീരത്തിന് ഹാനികരമാണ്, പുകവലിക്കരുത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും അത് ഒരിക്കൽ പോലും എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നവർക്ക് ഒരിക്കലും തോന്നുന്നില്ല. എന്താണ് സിസ്റ്റർ ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം? എന്തുകൊണ്ടാണ് അഡിക്ഷൻ വരുന്നത് ആളുകളിൽ? അഡിക്ഷൻ എന്തെന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്കതിനെ കാര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയും. കാരണം അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അടിമത്വമാണ് വാസ്തവത്തിൽ. നമുക്കറിയാലോ, നടക്കാനായിട്ട് ആരോഗ്യമില്ലാത്ത മനുഷ്യന്മാർ വടി കുത്തിപ്പിടിച്ച് നടക്കാറുണ്ട്, അല്ലേ? എന്തുകൊണ്ട് വടിയും ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നടക്കാൻ ആരോഗ്യമില്ല, അതുകൊണ്ട് വടി പിടിച്ച് നടക്കുന്നു. തീർച്ചയായും ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്. ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് മനുഷ്യന്മാർ മുട്ടിതിരിഞ്ഞു പോകുമ്പോൾ, അഥവാ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അപ്രീസിയേഷൻ, അംഗീകാരം കിട്ടേണ്ടതുപോലെ കിട്ടുന്നില്ല എന്ന് വരുന്ന നിരാശ വരുമ്പോൾ, ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് ലക്ഷ്യത്തിലെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതെത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ, ഞാൻ ആരിൽ നിന്നാണോ എനിക്കൊരു ജീവിതത്തിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ സ്നേഹം, സഹായം ഒക്കെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ കിട്ടാതെ വരുമ്പോൾ, അതായത് ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ടതായിട്ടുള്ള ഊന്നുവടികളാണ് ഇതൊക്കെ തന്നെ, അല്ലേ? നമ്മുടെ ചുറ്റുള്ളതായിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികളുടെ സപ്പോർട്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളതായിട്ടുള്ള വിജയം, അതിലൂടെ ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള ആനന്ദം, എൻ്റെ കർമ്മകുശലതയിൽ എനിക്കുള്ളതായിട്ടുള്ള സംതൃപ്തി, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ വേണ്ടതൊക്കെ തന്നെയല്ലേ? തീർച്ചയായും സന്തോഷവും സംതൃപ്തിയും ആനന്ദമൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നഷ്ടമാവുമ്പോൾ അതെനിക്ക് കിട്ടുന്നിടത്ത് നിന്ന് കിട്ടാതെ ആവുമ്പോൾ അത് കിട്ടാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് മനുഷ്യന്മാർ തിരഞ്ഞ് യാത്ര ചെയ്യുകയാണ്.
അങ്ങനെ അല്പാൽപമായിട്ടാണ് ഇത്. അല്പം മദ്യപിച്ചാൽ കുറച്ചൊന്ന് ഉറങ്ങാൻ പറ്റും. സിസ്റ്റർ, അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്ന് ആളുകൾ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് എന്നാണ് പറയുക. ഒരു വളരെ മനോഹരമായൊരു വാക്ക് ഉപയോഗിക്കും, സോഷ്യൽ ഡ്രിങ്കിങ്. കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ ഒരു പാർട്ടി കൂടുന്ന സമയത്ത് മാത്രം അതിന് സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. അവരൊരു അഡിക്റ്റ് എന്ന രീതിയിലേക്കൊന്നല്ല അവർ ആദ്യം ചെല്ലുന്നത്. അങ്ങനെ അവർ വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു പേരാണ് ഈ സോഷ്യൽ ഡ്രിങ്കിങ് എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താ സിസ്റ്റർ പറയുന്നത്? എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാർ കൂടിയിട്ട് സംസാരിച്ചിരുന്നിട്ടും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടും ആനന്ദിക്കാൻ സാധിക്കുന്നില്ല? തിരിച്ചു വരുന്നു അതേ പോയിന്റിലേക്ക്. ഞാൻ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒത്തുകൂടിയിരുന്ന് കുടിച്ചിട്ട് എനിക്ക് ആനന്ദം കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തുചേർന്നൊരു കർമ്മം ചെയ്യുമ്പോൾ ആനന്ദം കിട്ടുന്നില്ലെന്നുള്ള പ്രൂഫ് അല്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടാത്തതായിട്ടുള്ള ആനന്ദം നേടാൻ വേണ്ടി എൻ്റെ മനസ്സിനെയും ബുദ്ധിയുടെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതിന് മേലെ നിയന്ത്രണം എടുക്കാൻ സാധിക്കും എന്ന് തോന്നുന്ന, അഥവാ മറക്കാൻ പറ്റും ഇതൊക്കെയെന്ന് തോന്നുന്നതായിട്ടുള്ള പല പല വസ്തുക്കളെ മനുഷ്യന്മാർ ആധാരമാക്കി എടുക്കുകയാണ്. തുടങ്ങുന്നത് അധികലരും പറയും, ഞാൻ അങ്ങനെയൊന്നും കുടിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ, അല്പമൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരം പുകവലിക്കൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരെ കൂടെ കൂടുമ്പോൾ എല്ലാ കാര്യവും തുടങ്ങുന്നത് അല്പാൽപ്പത്തിൽ നിന്നാണ്. പക്ഷെ ഏതൊരു കാര്യമാണോ ശരിയല്ലാത്ത ഒന്ന് തുടങ്ങുന്നത് അത് അല്പത്തിൽ നിന്നാണെങ്കിലും അത് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടുപോയി ചെന്നെത്തിക്കുന്നത് വലിയ വലിയ അടിമത്തൊന്നിലേക്കായിരിക്കും. ഇത്തരത്തിൽ മനുഷ്യന്മാർക്ക് നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഊന്നുവടി എന്ന പോലെ ജീവിതത്തിൽ സന്തോഷം കിട്ടാതെ വരുമ്പോൾ സന്തോഷം കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ മനുഷ്യന്മാർ യാത്ര ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയിൽ ഈ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത് തന്നെ. അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് തന്നെ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് വെച്ചാൽ അഡിക്ഷൻ എന്ന് വെച്ചാൽ അർത്ഥം അടിമത്വമാണ്. അപ്പം ഞാനിത് ചെയ്യുന്നത് എനിക്ക് അഥവാ ഈ പറയുന്നത് ഒരു സന്തോഷമാണ്, ആനന്ദം മാത്രമാണ് എങ്കിൽ എനിക്കതിനെ വേണ്ടപ്പോൾ ഉപയോഗിക്കാനും വേണ്ടപ്പോൾ നിർത്താനും സാധിക്കണമായിരുന്നു. പക്ഷെ സാധിക്കുന്നില്ലല്ലോ. തുടങ്ങിയ മനുഷ്യൻ പിന്നെ അതാണ് അവരെ നയിക്കുന്നത്. എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ കളിക്കുന്ന ഒരു കാര്യം, ആ കളി എനിക്ക് വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ കളിക്കാതിരിക്കാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. തുടങ്ങുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കളിക്കാൻ തുടങ്ങിയെങ്കിൽ പിറ്റേ ദിവസം അവരെ കൊണ്ട് കളിക്കുന്നത് മദ്യവും മയക്കുമരുന്നോ വസ്തുക്കളോ ആണ്. അപ്പോൾ വസ്തുക്കളുടെ കളിപ്പാട്ടമായി നമ്മൾ മാറുകയാണ്. അതാണ് ഈ അഡിക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെ, ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഡിക്ഷൻ ഒരു വൻ വൃക്ഷമായിട്ട് തന്നെ കേരളത്തിനെ മുഴുവൻ ജനതയെ തന്നെ അടിച്ചമർത്തിയ അവസ്ഥയാണ്. ഒരു വൃക്ഷം വളർന്ന് വലുതായി കഴിയുമ്പോൾ അതിന് എന്തായാലും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട വെള്ളവും വലിച്ചെടുക്കുന്നതിൻ്റെ വേരാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന ഇത്രയ്ക്കും വലിയ ഒരു വൃക്ഷമായിട്ടിരിക്കുന്ന ഈ ഒരു ലഹരി പദാർത്ഥങ്ങൾക്കുള്ള ഒരു അഡിക്ഷൻ, അതിൻ്റെ വേര് എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടതും നമുക്ക് വളരെ ആവശ്യമാണ്. കാരണം ഏതൊരു കാര്യം നമ്മൾ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ അഥവാ ഇല്ലാതാക്കണമെങ്കിൽ അത് മുക്തി നേടാൻ ഒരു യാത്ര ആരംഭിക്കുകയാണെന്ന് വെച്ചാൽ അതിന് വേറെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതിന് വേണ്ട രീതിയിൽ നമുക്കതിന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു യാത്ര നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ വേര് എപ്പോഴും എല്ലാവരിലും വരുന്നത്, ആ വേരെന്ന് പറയുന്നത് അവരുടെ ബാല്യകാല ജീവിതത്തിലുണ്ടാകുന്ന പല പല ആഘാതങ്ങൾ, ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുകയും അത് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ആ വ്യക്തിത്വം വളരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു കാര്യമല്ല, പല പല കാര്യങ്ങളുണ്ട് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞിട്ട്. ബാല്യകാലങ്ങളിലുണ്ടാകുന്ന ഒരുപാട് ആഘാതങ്ങൾ, അവർ ആഘാതം എന്ന് അറിയുന്നുകൂടി ഉണ്ടാവുന്നില്ല. പക്ഷേ ബാല്യകാലങ്ങളിൽ അവർക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും അവരുടെ സ്വഭാവത്തിൽ അവരറിയാതെ ഇങ്ങനത്തെയുള്ള ചില ആശ്രയങ്ങളിലേക്ക് വേണ്ടി അഥവാ അവരവർ കംഫർട്ട് സോൺ തേടിയിട്ട് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് ടെൻഷനിൽ നിന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അവർ അന്വേഷിക്കുന്ന അഥവാ അലയുന്ന ആശ്രയം തേടി എത്തുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിലൂടെയോ ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ പോകുന്നത്. അങ്ങനെ ഈ ചൈൽഡ്ഹുഡ് ട്രോമ അഥവാ ബാല്യകാല ആഘാതങ്ങൾ എന്ന് പറയുന്നത് തന്നെ പല പല കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസും. അതാണ് ഇപ്പോൾ ചില അമ്മമാർ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അവർ കാലിയടവി ഒരു കല്ലോ അല്ലെങ്കിൽ മേശോ ഇങ്ങനെ വീഴുമ്പോൾ ആ കുട്ടിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി, കരച്ചിൽ നിർത്താൻ വേണ്ടി അമ്മമാർ പറയുതാ മോനെ ഞാനിതിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമാർ കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് ഇത്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു സംസ്കാരമായി, ഞാനല്ല തെറ്റുകാരൻ അവരാണോ, വ്യക്തിയാണോ അല്ലെങ്കിൽ ആ സാധനമാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പലപ്പോഴും സംസ്കാരമായി മാറും. അപ്പോൾ കുട്ടി വലുതായി വരുമ്പോൾ കുട്ടി ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കുട്ടീനെ തിരുത്താൻ പോകും. അപ്പോൾ തിരുത്തുമ്പോൾ കുട്ടി അത് തിരുത്താൻ തയ്യാറല്ല.
അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉള്ളത് അവരാണ്, അല്ലെങ്കിൽ ആ വസ്തുവാണ് ഉത്തരവാദി, ഞാനല്ല എന്ന്. അപ്പോൾ വലുതായി വരുമ്പോൾ ആൾക്കാർ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കൾ പറയാൻ തുടങ്ങും, കണ്ടോ ഇവനിപ്പോൾ വലുതായപ്പോൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കുന്നില്ല, നമ്മൾ പറയുന്നത് അവനക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ സംസ്കാരം വളർന്നു വന്നു. അതേപോലെ ആ കുട്ടി വേറെ വ്യക്തിനെ അല്ലെങ്കിൽ വസ്തുവിനെ ദോഷിയാക്കാൻ വേണ്ടി പലപ്പോഴും പരിശ്രമിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് ഒറ്റപ്പെടുന്ന ഒരു സന്ദർഭം വരുമ്പോൾ ഒന്നോ മറ്റേ വ്യക്തികളെ ദോഷിയാക്കാൻ വേണ്ടി, മറ്റേ ആളാണ് തെറ്റെന്ന് ആക്കാൻ വേണ്ടി ആ കുട്ടി പരിശ്രമിക്കും. അങ്ങനെ സമൂഹത്തിന് ഒറ്റപ്പെടുന്ന ഒരു ഇത് വരുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി ഡ്രഗ്സിൻ്റെയോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥത്തിൻ്റെയോ അടിമയായി മാറും. അല്ലെങ്കിൽ മറ്റുള്ളവരെ ദോഷിയാക്കി അവരുടെ സങ്കടം കണ്ട് സന്തോഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി മാറും. ഒരു റിബൽ ക്യാരക്ടർ ഡെവലപ്പ് പോലെ അങ്ങനെ അത് ഉണ്ടാവുന്നത്. അപ്പോൾ അവസാനം ആ കുട്ടി ആ ഡ്രഗ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലഹരി പദാർത്ഥത്തിലേക്ക് അടിമയായി മാറും. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയം തോന്നിയതാണ്. ചോദിക്കും. ഈ ചെറിയൊരു കാര്യം പോലും ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരമ്മയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ ഒരു കുട്ടിയോട് ആ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അവരത് ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അവർക്ക് അറിയുന്നില്ലല്ലോ ഈ ഒരു കാര്യത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ തെറ്റ് അവർ ചെയ്യുന്ന തെറ്റിലൂടെ തൻ്റെ മകൻ്റെയോ അല്ലെ മകളുടെയോ സ്വഭാവത്തിൽ ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നില്ലല്ലോ. അതവരുടെ കുറ്റമല്ലല്ലോ, അവരറിയാതെ ചെയ്തുകൊണ്ടല്ലേ അവർക്ക് പറ്റുന്നത്. തീർച്ചയായും കുറ്റമല്ല. പക്ഷേ നമ്മൾ ഇവിടെ അവർ കുറ്റമാണ് എന്ന് ഇവിടെ സ്ഥാപിക്കുന്നില്ല. കാരണം ഇവിടെ നമ്മൾ അതിനുള്ള പോംവഴികളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനുള്ള പോംവഴി സിസ്റ്ററോട് തന്നെ ചോദിക്കാം. ഇവിടെ നമ്മൾ ആരും ഒരാളെയും കുറ്റപ്പെടുത്താന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു പ്രോഗ്രാം നടത്തുന്നില്ല. തീർച്ചയായും അതാദ്യം തന്നെ ഞാൻ ക്ലിയർ ആക്കുകയാണ്. കാരണം ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മളൊരു കൂട്ടം ആൾക്കാർ കൂടി ഒരു വഴിക്ക് നടക്കുക എന്ന് വിചാരിക്കും. നടന്നൊരു കൊക്കയുടെ അടുത്ത് നമ്മൾ എത്തിയത് എങ്കിൽ ആ നടന്നെത്തി ഇവിടം വരെ അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് കൊക്കയിലേക്ക് വീഴുക എന്ന് പറയില്ലല്ലോ ആരും. ഇല്ല. നടന്നെത്തി വന്ന വഴി തെറ്റാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചു നടക്കാം. നമുക്ക് തിരിച്ചു നടന്നു തന്നെ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ വീണത്, എൻ്റെ വഴി വന്നത് അറിവില്ലായ്മ കൊണ്ടാണ് പാരൻസിന് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു അച്ഛനും അമ്മയും തൻ്റെ മക്കളെ മോശമാക്കണം എന്നാഗ്രഹിക്കുന്ന അച്ഛനും അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മമാരും മക്കൾക്ക് ഇതുവരെ പറഞ്ഞു കൊടുത്ത പാഠങ്ങളിൽ കൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള കൊടുങ്കാറ്റ് നമ്മളെടുത്ത് പറയുകയാണ്, കാറ്റിന് ചെറുക്കാൻ വേണ്ടതായിട്ടുള്ളൊരു സാധനം നമുക്ക് കിട്ടിയേ പറ്റൂ, ഒരു വസ്തു നമുക്ക് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഒരു സാധനം കിട്ടിയേ പറ്റൂ എങ്കിൽ നമുക്ക് അത് തിരഞ്ഞെടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം തന്നെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ അനിൽഭായി പറയുണ്ടായിരുന്നു, 74% യുവജനത ഇപ്പം ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നവരാണ് എന്ന്. അപ്പോൾ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ വിധം ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എത്തണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യങ്ങൾ അതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇന്നത്തെ സമൂഹത്തെ തന്നെ ഇങ്ങനൊരു പ്രശ്നം അലട്ടുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് എന്നുള്ള കാര്യം മാനിച്ചേ പറ്റൂ നമുക്ക്. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും വരുന്നുണ്ട്, ഒരാളും ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. അപ്പം ആ ഒരു മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയിൽ ആ ഒരു പ്രശ്നം എന്തെന്ന് പഠിക്കാനും അതിൽ എവിടെയാണ് അതിൻ്റെ റൂട്ടെന്ന് കണ്ടെത്താനും എവിടെയൊക്കെ ആരൊക്കെ മാറ്റം വരുത്തണോ, അത് മാതാപിതാക്കളാണെങ്കിലും അതല്ല അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും നമ്മൾ ഉൾപ്പെട്ട ഈ സമൂഹമാണെങ്കിലും അവരുടെ ടീച്ചർമാരാണെങ്കിലും അല്ല മറ്റാരൊക്കെയാണെങ്കിലും ഒരു സമൂഹം ഇന്ന് ഒരു വലിയ പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമൂഹത്തിൻ്റെ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എവിടെ നിന്ന് തുടങ്ങേണ്ടി വരും? അതിൻ്റെ റൂട്ടും തുടങ്ങണം. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കുടുംബം തന്നെയാണ്. ഒരു കുടുംബമാണ് ഒരു വ്യക്തിനെ വളർത്തിയെടുക്കുന്നത്. അതിൽ മുഖ്യ പങ്ക് ആ പൂർണ്ണമായിട്ടൊരു കുടുംബം എന്ന് പറയാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കാം, അഥവാ അവൻ കൊണ്ടുവന്ന ചില കർമ്മക്കണക്കുകളോ ബന്ധനങ്ങളോ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മേജറായിട്ടുള്ള ഒരു കുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അധിക പങ്ക് ആർക്കാ പറയാം? നമ്മൾ പറയില്ലേ മാതാപിത ഗുരു ദൈവം എന്ന് പറയും. അപ്പം ആരംഭം എവിടെ നിന്ന് തന്നെയാണ് വരുന്നത്? മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എവിടെയാണോ മാതാപിതാക്കൾക്ക് വരുത്തേണ്ടതായിട്ടുള്ള തെറ്റ്, ആ തെറ്റിന് തീർച്ചയായിട്ടും എന്ത് വേണ്ടി വരും? തിരുത്തന്നെ വേണം. തിരുത്താതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആരും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു അച്ഛൻ്റെയോ ഒരു അമ്മയുടെയോ കഥയല്ല പറയുന്നത്. ഈ ലോകത്തിലുള്ള ഈ ഭാരതത്തിൽ നിന്ന് മാത്രം ഞാൻ വിശേഷിപ്പിക്കില്ല. ഒരു പക്ഷേ നമ്മുടെ കേരളം ഇന്ന് അതിനെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരു പക്ഷെ മുന്നോട്ട് ആ പ്രശ്നത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. നാളെ
എല്ലാവരും എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലായിടത്തും നിന്ന് 4 ലിറ്റർ ഉണ്ടെങ്കിൽ നാളെ അത് 8 ലിറ്റർ ആയിരിക്കും, അത് സംശയമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ട സമയത്ത് എല്ലാ പേരൻസും അതിനെ മാനിച്ചേ പറ്റുള്ളൂ. അതിനെ എന്ത് തിരുത്തണം അത് തിരുത്തിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയുള്ളതായിട്ടുള്ളൊരു എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ ഇന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തെന്ന് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരാളെയും കുറ്റപ്പെടുത്താനോ പറയാനോ അല്ല. കാരണം ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ആരുടെ തലയിലാണ് വരുന്നത്? അച്ഛനും അമ്മയും ആദ്യം നമ്മൾ എപ്പോഴും പറയാം, നിങ്ങൾ വളർത്തിയതിൻ്റെ മോശമാണ്, അല്ലെങ്കിൽ എപ്പോഴും ആദ്യം പഴി കേൾക്കുന്ന അച്ഛനും അമ്മയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്തുക എന്നൊരു വിചാരത്തോടുകൂടി ചെയ്യല്ല ഈ പ്രോഗ്രാം. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിലെ റെസ്പോൺസിബിലിറ്റി പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. തുടക്കം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെയാണ്, പാരൻസ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ മേജറായിട്ട് ഞാൻ കാണുന്ന ഈ പുതിയ ലോകത്ത് ഒരു പ്രേരണ തൻ്റെ മക്കൾക്ക് വേണ്ടതായിട്ടുള്ള കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് ഒരച്ഛനും അമ്മയും തീർച്ചയായിട്ടും തൻ്റെ മകൻ ഒരു വീഡിയോ ഗെയിം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എത്ര വേണമെങ്കിൽ കഷ്ടപ്പെട്ടാണെങ്കിലും വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവും. ഞാൻ പല പേരൻസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അവർക്ക് കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ കുട്ടി ബഹളം ഉണ്ടാക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ലോൺ എടുത്തിട്ട് മകൾക്ക് വേണ്ടി ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തുള്ളതും എനിക്കറിയാം. പഠിക്കുന്ന കുട്ടിയാണ്, അവിടെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നാൽ അതെന്ത് പറഞ്ഞാലും ശരി, അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. കുട്ടി ആഗ്രഹിക്കുകയാണ്, ആഗ്രഹം നടത്താതിരിക്കാൻ പറ്റുന്നില്ല. കുട്ടി പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, കറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോയേ പറ്റൂ. ഇങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന സകല സാധനങ്ങളും കൊടുക്കുന്നതിനെക്കുറിച്ച് അച്ഛന്മാരിന്ന് ബോധവാന്മാരാണ്. പക്ഷെ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ഇത്രമാത്രം ബിസിയിലായി പോകുമ്പോൾ ഈ ചാനലൊക്കെ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഇതിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടാത്ത കണ്ട് കുട്ടികൾ എങ്ങനെ അവർ തിരിഞ്ഞു പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടി ചോദിക്കുന്നു, അവന് വേണ്ടത് സാധനം ഞാൻ കൊടുക്കുന്നു. ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്. ഇത്ര മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ചില സന്ദർഭങ്ങളിൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ എന്തിനു വേണ്ടി നിനക്ക് വേണം എന്ന് പോലും ചിന്തിക്കുന്നില്ല. പലയിടത്തും ഞാൻ പറയും, മക്കൾക്ക് മൊബൈൽ കൊടുക്കരുത്. കാരണം മക്കൾക്ക് മൊബൈൽ കൊടുക്കാന്ന് വെച്ചൊരു വലിയ തലവേദനയാണെന്ന്. നിങ്ങൾക്കറിയില്ല, എല്ലാവിധ മോശ കാര്യങ്ങളുടെയും തുടക്കം അധികം എവിടെ നിന്നുണ്ടാവുന്നത്? മൊബൈൽ തന്നെയാണ്. കുട്ടികൾ എൻ്റെ അടുത്ത് സ്കൂൾ ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് പറഞ്ഞതാണ്, സിസ്റ്റർക്ക് കഴിയുമെങ്കിൽ ഒന്ന് വന്നിട്ട് ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് ബോധവൽക്കരിക്കാൻ പറ്റും, ഞങ്ങൾക്ക് കുറേ സമാധാനമാകുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തത് കൊണ്ട് എൻ്റെ ഉത്തരവാദിത്തമായി എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചു പോകുന്നത്? കുട്ടികളുടെയും അച്ഛനമ്മമാരുടെ തോട്ട് പാറ്റേൺ എന്താണോ, ചിന്ത എന്താണോ, ഇതാണ് കുട്ടികളുള്ളിൽ ഇൻജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കുട്ടികളുള്ളിൽ ഇൻജക്റ്റ് ചെയ്യപ്പെടുന്ന ആ ചിന്തയാണ് സ്വാഭാവികമായിട്ടും അവൻ്റെ സംസ്കാരത്തിലേക്ക് വളർത്തപ്പെടുന്നത്. ആ വളർത്തപ്പെടുന്ന സംസ്കാരമാണ് കുട്ടീനെ എല്ലാ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് സാധനങ്ങളാണ് മഹത്വം എന്ന് പാരൻസ് വില കൊടുത്തു. പണ്ടാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാലോ വൈകുന്നേരം ഒരു പ്രാർത്ഥിക്കാനെങ്കിലും സമയം കണ്ടെത്തുമായിരുന്നു. എനിക്കും ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ അഥവാ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്നു, വിളക്ക് വെക്കാൻ വൈകിയാനായിരിക്കാം അടി കിട്ടിയിട്ടുണ്ടാവുക. വേറെ എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞിട്ട് അടി കിട്ടുന്നോ ചീത്ത പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല. വിളക്ക് വെക്കാൻ വൈകി അച്ഛൻ അടി കിട്ടുമായിരുന്നു. പ്രാർത്ഥന നാമം ചൊല്ലുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ അമ്മ വളരെ സ്ട്രിക്റ്റായിട്ട് അതിന് വേണ്ടി വീണ്ടും പണിഷ്മെൻറ്റ് തരുമായിരുന്നു. ഇങ്ങനെയൊക്കെ ആധ്യാത്മികമായ കാര്യങ്ങളിലെ ചിട്ടകളിൽ ജീവിക്കുന്നതിനെ കുറിച്ചിട്ട്, അതുപോലെ വീട്ടിൽ ശുദ്ധി കീപ്പിക്കുന്നതിനെ കുറിച്ചിട്ട്, നമുക്കാവുന്ന കർമ്മങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടതിനെ കുറിച്ച്, ഇതിനൊക്കെ ബോധവൽക്കുന്നതിനെ കുറിച്ചും നിർബന്ധമായിട്ട് കുട്ടികളായിരിക്കുമ്പോൾ പണിയെടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല, നാമം ചൊല്ലാൻ ഇഷ്ടമുണ്ടാവില്ല, കളിക്കാനേ ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് കളിക്കുകയല്ല വേണ്ടത്, ആ സമയത്ത് ഇന്ന കാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം സ്ട്രിക്റ്റായിട്ട് പാരൻസ് പഠിപ്പിച്ചതിൻ്റെ റിസൾട്ടായിരിക്കാം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നില്ല, എന്തൊക്കെ തന്നെ സാധനങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ പോലും ഇന്ന് കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ കാലത്തിലൊരു മാവാരികയോ എന്തൊക്കെയോ വാരികകളുടെ ഒരു ലോകമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊന്നും യാതൊരു എഫക്റ്റും ഇല്ലാതിരുന്നതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കണം. ഇതൊന്നുമല്ല യഥാർത്ഥം. നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യണം, നമ്മുടെ കർമ്മത്തിൻ്റെ പെർഫെക്ഷൻ വേണം, അതിൽ സമർപ്പണം വേണം. ഇങ്ങനെയൊക്കെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പഴയ കാലത്ത് അച്ഛനമ്മമാർ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർക്ക് വിളക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിളക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുയിസം തോന്നിപ്പോവും. അങ്ങനെ മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ഇസ്ലാമിൻ്റെ രീതിയിലാണെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ, അഥവാ ക്രിസ്ത്യൻ്റെ രീതിയിലാണെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ കേൾക്കുമ്പോഴൊരു ഒരു ചെവിക്കൊരു സുഖമാണ് അതൊക്കെ കേൾക്കുന്ന സമയത്ത് തോന്നിയിരുന്നത്. എന്നുവെച്ചാൽ എല്ലാത്തിനും ഉപരിയായി കൊണ്ട് ഒരു ആധ്യാത്മിക ശക്തി ഉണ്ടെന്നും ആ ശക്തിക്ക് ആധാരമാക്കിക്കൊണ്ട് മൂല്യങ്ങൾ ആധാരത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും ഇങ്ങനെയുള്ള ബോധമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു?
പഴയ കാലത്തെ പാരൻസിന് സാധിക്കുന്നുണ്ടായി. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ തന്നെ വൈകുന്നേരം എന്താ ചെയ്യുക? ടിവിയുടെ മുന്നിൽ പോയി സീരിയൽ ഓർ സിനിമ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? എനിക്ക് സായം സന്ധ്യ സമയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? പ്രഭാതത്തിൻ്റെ പ്രാധാന്യം എന്താണ്? പ്രഭാതവും വ്യത്യാസമില്ല, ഉച്ചയും വ്യത്യാസമില്ല, രാത്രിയും വ്യത്യാസമില്ല, സന്ധ്യയും വ്യത്യാസമില്ല. ജീവിതത്തിൽ എല്ലാ നേരവും ഞാൻ തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു. അത്തരത്തിലൊരു മെഷീനറി ആയിട്ട് മനുഷ്യന്മാരിന്ന് മാറി ജീവിക്കാൻ തുടങ്ങി. മെഷീനറിയുടെ ഉള്ളിൽ മൂല്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികളുടെ ഉള്ളിൽ എന്തില്ലാണ്ടായിപ്പോയി? മൂല്യമില്ലാതായിപ്പോയി. മൂല്യം അവർക്ക് കൊടുക്കേണ്ടത് അച്ഛനമ്മമാരാണ്. ഈ ഒരു കാര്യമില്ലാത്തത് കൊണ്ട് എത്ര സ്കൂൾസിന് പോലും അതിൻ്റെ പരാതി വരാറുണ്ടെന്നറിയോ? കാരണം ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് എന്ത് മൂല്യം കൊടുക്കണോ അത് കൊടുക്കാറില്ല. പകരം കുട്ടിയുടെ മാർക്ക് കുറഞ്ഞാൽ അച്ഛൻ ഫോൺ ചെയ്ത് ടീച്ചറെടുത്താൽ ചോദിക്കും, എന്താ മാർക്ക് കുറഞ്ഞ ടീച്ചറെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടി ഇങ്ങനെ മോശമായിരിക്കുന്നത്? ഇത് യഥാർത്ഥ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് വരുന്നത്? ടീച്ചർക്ക് ക്ലാസ്സിൽ എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കാനേ സാധിക്കുള്ളൂ. ഈ കുട്ടിയുടെ പാരൻസാണ് അവർക്ക് വേണ്ട രീതിയിലുള്ളതായിട്ടുള്ള ഒരു മോട്ടിവേഷൻ പഠിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. പാരൻസിനോട് ചോദിച്ചു നോക്കി, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ലോകം നിന്ന് മാറിക്കഴിഞ്ഞു സിസ്റ്റർ, ഞങ്ങളുടെ പണ്ടത്തെ ലോകമല്ല. അതുപോലെ തന്നെ ഈ ജീവിത ശൈലികൾ മാറിക്കഴിഞ്ഞു. വൈകുന്നേരമായിരിക്കും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് തന്നെ. ആ സമയത്ത് ഇതിനൊക്കെ ഇരിക്കാൻ നേരമുണ്ടോ? അതോ ഞാൻ കുട്ടിക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണോ, വീട് വൃത്തിയാക്കണോ, പണികൾ ചെയ്യണോ, കാര്യങ്ങൾ ചെയ്യണോ? അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അധികം ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ രണ്ടാൾ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുന്നവരാണ് കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? വേണ്ടതായിട്ടുള്ള ആ ഒരു ശ്രദ്ധയും ആ ഒരു പാലനയും ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ആ കിട്ടാത്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. പാലന കിട്ടുന്നില്ല എന്നോ ഞാൻ പറയില്ല, പക്ഷെ വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ സ്വയം മനസ്സിലാക്കാത്തത് കൊണ്ട് ഉത്തരവാദിത്തം മറ്റാരുടെയും തലയിലിടുന്നു. പുതിയ തലമുറയിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ പ്രൊഫഷണൽ ആക്കുക എന്നുള്ള ഒരു മൂഡ് മാത്രം അച്ഛനമ്മമാർക്കുള്ളത്. അല്ലാതെ അവരിൽ സന്ധ്യാവന്ദനം ചെയ്യണം, ഈശ്വരനെ പ്രാർത്ഥിക്കണം, അതവർക്ക് ഇമ്പോർട്ടൻ്റേ അല്ല. മാർക്കിൽ ഫസ്റ്റ് ആവണം, പ്രൊഫഷണൽ ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അത്തരം കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്ന നല്ല വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം എല്ലാതുമായി എന്നൊരു വിശ്വാസം മാത്രമാണ്. ആധ്യാത്മിക ശക്തിയുടെ അഭാവമാണ് എന്നാണോ സിസ്റ്റർ ഉദ്ദേശിക്കുന്നത്? ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് ഇപ്പോൾ ആരും ചിന്തിക്കുന്ന തന്നെ ഇല്ല. അവർക്കും നേരമില്ല, കുട്ടികളെയും പഠിപ്പിക്കുന്നില്ല. ഈ ആധ്യാത്മികം എന്ന് പറയുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക അറിയോ? സിസ്റ്റർമാർ ഇപ്പോൾ ആധ്യാത്മിക പാതയിലുള്ളവരാണ്. ഇരിക്കുന്ന മൂന്നാളും ആധ്യാത്മിക പാതയിലുള്ളവരാണ്. അപ്പോൾ അവർക്കിത് പറയാൻ കുറച്ച് എളുപ്പമാണ്. നമ്മളെ പോലുള്ള കുടുംബത്തിൽ അവർക്കിത് എങ്ങനെ പറ്റാനാണ്? ഞാൻ ആധ്യാത്മികം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ നാമവും ജപവും പ്രാർത്ഥനയും ദിവസവും അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെയോ പോയിരുന്നോളെന്നല്ല. ആധ്യാത്മികം എന്നുള്ള വാക്ക് ആരംഭിക്കുന്ന ആത്മാവിൽ നിന്നാണ്. ആത്മാവെന്ന് വെച്ചാൽ അർത്ഥം സ്വയമാണ്. അവനവനെ സംബന്ധിച്ച കാര്യങ്ങൾ എന്തുണ്ടോ അതെല്ലാം തന്നെ എന്താണ്? ആത്മീയം തന്നെയാണ്. ആത്മീയം എന്ന് വെച്ചാൽ അർത്ഥം ഒരു മനുഷ്യന് ലൈഫിൽ വേണ്ടത് എന്തൊക്കെയാണ്? ചോദിച്ചു നോക്കൂ ആരുടെത്തെങ്കിലും. നിറയെ ധനമുള്ളൊരു കുടുംബം, ഇഷ്ടം പോലെ വേണ്ട സാധനങ്ങൾ മുഴുവൻ കൊടുക്കുന്നു. പക്ഷെ ആ കുടുംബത്തിൽ എല്ലാവരും പരസ്പരം കാണുമ്പോൾ കീരിയും പാമ്പും പോലെയാണെങ്കിൽ ആ വീട്ടിലൊരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു നോക്കുക, മോനെ നിൻ്റെ വീടിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ പറയുക? എൻ്റെ ഇവിടെ ഒരു നരകമെന്ന് പറയും, സ്വർഗം എന്ന് പറയില്ലല്ലോ. അപ്പം അതുകൊണ്ട് വേണ്ടത് സാധനങ്ങളല്ല. അപ്പം അതേസമയം പരസ്പരം സ്നേഹവും സമർപ്പണവും ഉള്ള അന്നന്ന് കുടിക്കുന്ന കഞ്ഞിക്ക് മാത്രം വകയുണ്ടായിക്കോട്ടെ, ആ ഒരു കുടുംബത്തിലെ കുട്ടി പറയുക എൻ്റെ വീടൊരു കൊച്ചു സ്വർഗ്ഗം എന്നാണ് പറയുക. അപ്പോൾ സ്വർഗവും നരകവും തരംതിരിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ആധാരത്തിലാണ്. ആ സംസ്കാരം ഉണർത്തിയെടുക്കേണ്ടത് എവിടെ തന്നെയാണ്? കുടുംബങ്ങളിൽ തന്നെയാണ്. മോഡലാവേണ്ടത് ആരെന്നെയാണ്? പാരൻസ് തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളുടെ ഉള്ളിൽ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യം, അതായത് കർമ്മങ്ങളുടെ എഫിഷ്യൻസി കൊണ്ടുവരികയും കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധം, ആരാണോ യഥാർത്ഥ തെറ്റുകാരൻ, ഏതാണോ യഥാർത്ഥ ശരി, യഥാർത്ഥ തെറ്റെന്തെന്ന് ഈ ബോധ്യം ഉൾപ്പെടുത്തി വളർത്തിയെടുക്കുന്നത്, അതിനുവേണ്ടി സ്വയം അവനവനിൽ ആ ഒരു ആധ്യാത്മിക ശക്തി ഡെവലപ്പ് ചെയ്യേണ്ടത്, അവനവൻ്റെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. തീർച്ചയായും കുട്ടികൾ ആന്തരികമായിട്ട് ഇതിനൊക്കെ എന്താ പറയുക, ഈ കാര്യങ്ങൾ അറിയാനും ഇതിനെ മറികടന്ന് പോകാൻ അവർക്ക് ഇതിനെ ഓവർകം ചെയ്യണമല്ലോ. ആ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ആന്തരിക ശക്തി ഇതിലൂടെ ഡെവലപ്പ് ആവുന്നുണ്ടോ? വാല്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും അവിടെ? ശക്തി ഉണ്ടാവും. നമ്മുടെ ഗാന്ധിജി ഉത്തമ ഉദാഹരണമല്ലേ? തോക്കിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു കുപ്പായം പോലിടാത്ത നെഞ്ചു വിരിച്ച് നിൽക്കാൻ സാധിച്ചത്? അഹിംസയുടെ ശക്തിയായിരുന്നു, സത്യത്തിൻ്റെ ശക്തിയായിരുന്നു. അപ്പം ആയുധത്തേക്കാൾ ശക്തി അഹിംസയ്ക്കും സത്യത്തിനുമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഈ ഒരു കൊച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും മുന്നിലാണോ മൂല്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്? മൂല്യം വളർത്തേണ്ടത് ആരെ ചെയ്തേ പറ്റൂ? പാരൻസ്. അത് ഏത് ഏജിൽ തന്നെ വേണം വളർത്തിയെടുക്കാൻ? കുട്ടിക്കാലത്ത്. കാരണം കുട്ടിക്കാലത്ത് നിങ്ങൾ കുട്ടിയാണെന്നുള്ള ആ ഒരു ധാരണയിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എനിക്കിത് പറഞ്ഞു തരികയാണോ പഠിപ്പിച്ചു തരികയാണോ ഞാൻ സ്വന്തമാക്കുകയാണോ പോലെ അവൻ അറിയുന്നില്ല. അവൻ അറിയേണ്ടതൊക്കെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പീരീഡ് അങ്ങനെയാണ്. കാണുന്നതൊക്കെ അവൻ സ്വന്തമാക്കുന്നു.
ഇന്നത്തെ സമൂഹത്തിന് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും പാരൻസിനുണ്ട്. വളരെ വലിയ ഒരു മെസ്സേജാണ് സിസ്റ്റർ ഇന്ന് തന്നത്. കാരണം പാരൻസ് യഥാർത്ഥത്തിൽ കുറച്ച് മുന്നേ നമ്മൾ ഓഡിയൻസിന് വന്ന ചോദ്യം വരെ അറിയാതെയാണ്. പക്ഷേ എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന വലിയൊരു മെസ്സേജ് വളരെ സഹജമായി സിസ്റ്റർ പറഞ്ഞു തന്നു. അതിന് എല്ലാ സിസ്റ്റേഴ്സിനും ഒരുപാട് നന്ദി. ഓം ശാന്തി. ജ്യോതികമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതേ ടോപ്പിക്കുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.